ട്രംപിന്റെ അധിക തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ നീക്കങ്ങൾ നടത്തുകയാണ് ഇന്ത്യ. റഷ്യയുമായി ചേർന്ന് സുപ്രധാനമായ ചില നീക്കങ്ങൾക്ക് ഇന്ത്യ മുതിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി ചൈനയും റഷ്യയുമായും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അജിത് ഡോവൽ റഷ്യ സന്ദർശിച്ച് ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതിനെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന നിർണായക റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. ഈ വർഷം അവസാനമായിരിക്കും പുടിന്റെ ഇന്ത്യ സന്ദർശനമെന്നാണ് റിപ്പോർട്ട്. റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചർച്ച നടത്തിയിരിക്കുകയാണ്. പുടിന്റെ വരവ് സ്ഥിരീകരിച്ച് അജിത് ഡോവൽ പ്രതികരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം സന്ദർശന ദിവസം സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. റഷ്യ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരിക്കും പുടിന്റെ സന്ദർശനമെന്നും ഇതിൽ സന്തോഷമുണ്ട് എന്നുമാണ് അജിത് ഡോവലിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡോവൽ റഷ്യ സന്ദർശിച്ചതും പുടിൻ ഇന്ത്യയിലേക്ക് എത്തുമെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നതും. പാകിസ്ഥാൻ സൈനിക ഫീൽഡ് മാർഷൽ അസിം മുനീർ അമേരിക്കയിലേക്ക് പോകുന്നതായും ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം ഇന്ത്യക്ക് മേലുള്ള താരിഫ് അമേരിക്ക 50% വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരം നിർണായക നീക്കം എന്നതും ശ്രദ്ധേയമാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് മറുപടി എന്ന നിലയിലായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ തീരുവ ഉയർത്താനുള്ള തീരുമാനം വന്നത്. നേരത്തെ ഇന്ത്യക്ക് 25% അധിക തീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 25% കൂടി തീരുവ ഈടാക്കുമെന്ന നിലപാട് അമേരിക്കൻ ഭരണകൂടം പ്രഖ്യാപിച്ചത്. 2 മാസത്തിനിടെ രണ്ടാം തവണയാണ് അസിം മുനീറിന്റെ അമേരിക്കൻ സന്ദർശനം. പാക് അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെയാണ് നേരത്തെ അസിം മുനീർ അമേരിക്കയിലെത്തി ട്രംപിനെ സന്ദർശിച്ചിരുന്നത്. താരിഫ് വർധനയ്ക്ക് പിന്നാലെ ഇന്ത്യ അമേരിക്ക ബന്ധം ഉലയുന്നു എന്ന തരത്തിലാണ് നയതന്ത്ര ബന്ധം ഇപ്പോൾ നീങ്ങുന്നത്. ഇതിനിടെയാണ് പുടിന് ഇന്ത്യൻ സന്ദർശനം നിർണായകമാകുന്നത്. എന്തായാലും ഇന്ത്യയിലേക്ക് പുടിൻ വരുന്നതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയാകും. കാരണം ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഈ അധിക തീരുവ ട്രംപ് തന്നെ പിൻവലിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ത്യ റഷ്യയുമായി ചേർന്നും ചൈനയുമായി ചേർന്നും ചില സുപ്രധാന നീക്കങ്ങൾക്ക് തുടക്കമിടുന്നു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തേക്ക് വരികയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഇത് അമേരിക്കയെ തീർച്ചയായും പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപ് തന്റെ തീരുമാനം പുനഃപരിശോധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും അമേരിക്കയ്ക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്.